ഹലോ ഫ്രണ്ട്സ്. സ്വന്തം അമ്മ പെട്ടെന്നൊന്ന് മരിച്ചു കിട്ടാൻ കാത്തിരിക്കുന്ന മക്കൾ. അമ്മ മരിച്ചാൽ കിട്ടാൻ പോകുന്ന 160 പവൻ സ്വർണത്തിന്റെ രഹസ്യം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അവസാനം വരെ പ്രേക്ഷകരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്ന മികച്ച ഒരു ക്ലൈമാക്സ് ട്വിസ്റ്റുള്ള തായ് കിഴവി എന്ന തമിഴ് ചിത്രത്തിന്റെ കഥയാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കഥ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് പെന്നിക്കുക്ക് എന്നു പേരുള്ള ഒരാളെയാണ്. പ്രായം ഒരുപാടായെങ്കിലും അയാൾക്ക് ഇതുവരെ ഒരു വിവാഹം കഴിക്കാൻ സാധിച്ചിട്ടില്ല. പിന്നീട് നമ്മൾ കാണുന്നത് ഈ കഥയിലെ പ്രധാന കഥാപാത്രമായ പൗനത്തായിയെയാണ്. ഗ്രാമത്തിൽ പലിശയ്ക്ക് പണം കൊടുക്കുന്ന വളരെ കർക്കശക്കാരിയായ ഒരു സ്ത്രീ. പണം അനാവശ്യമായി ചിലവാക്കുന്നതോ കറണ്ട് വെറുതെ കളയുന്നതോ അവർക്ക് തീരെ ഇഷ്ടമല്ല. സുരളി എന്നു പേരുള്ള മകളും അവളുടെ ഒരു മകനുമാണ് പൗനത്തായിക്കൊപ്പം ഉള്ളത്. ഭർത്താവുമായി പിണങ്ങിയാണ് സുരളി അമ്മയ്ക്കൊപ്പം നിൽക്കുന്നത്. പൗനത്തായിയെ നാട്ടുകാർക്ക് വലിയ പേടിയും ദേഷ്യവുമാണ്. ഇവർ എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു എന്നാണ് ആ നാട്ടുകാർ ആഗ്രഹിക്കുന്നത്. അങ്ങനെയിരിക്കെ ഒരു ദിവസം പൗനത്തായിക്ക് പെട്ടെന്ന് സ്ട്രോക്ക് വന്ന് തളർന്നു കിടപ്പിലാകുന്നു. അവർക്ക് സംസാരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയായി. ഇതറിഞ്ഞ നാട്ടുകാർക്ക് വലിയ സന്തോഷമായി. പൗനത്തായിക്ക് വേറെ 3 ആൺമക്കൾ കൂടിയുണ്ട്: ഒപ്ലിയാൻ, വിജയൻ, സെൽവം. സ്വത്ത് ചോദിച്ചു വഴക്കിട്ട് അമ്മയുമായി പിണങ്ങി കഴിയുകയാണ് ഇവർ. തളർന്നു കിടക്കുന്ന സമയത്ത് പൗനത്തായി തന്റെ വിരലുകൾ കൊണ്ട് ഇടവിട്ട് 3 എന്ന് കാണിക്കുന്നുണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഗോൾഡ് കുമാർ എന്ന് പറയുന്ന ഒരാൾ വന്ന് മക്കളോട് ഒരു രഹസ്യം പറയുന്നത്. പൗനത്തായി പലിശയ്ക്ക് കൊടുത്ത കാശുകൊണ്ട് 160 പവൻ സ്വർണം വാങ്ങി എവിടെയോ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇതുകേട്ട മക്കൾ ഞെട്ടുന്നു. അമ്മയുടെ കയ്യിൽ സ്വർണമുണ്ടെന്ന് അറിഞ്ഞാൽ സുരളിയുടെ ഭർത്താവ് വന്ന് പങ്ക് ചോദിക്കുമെന്ന് മക്കൾക്ക് പേടിയായി. അയാളെ ഒഴിവാക്കാൻ വേണ്ടി അവർ തങ്ങളുടെ ഭാര്യമാരുടെ സ്വർണം വിറ്റ് അയാൾക്ക് പണം കൊടുക്കുന്നു. ശേഷം അമ്മ മരിക്കുന്നതിന് മുൻപ് ആ സ്വർണം എവിടെയാണെന്ന് പറയിപ്പിക്കാൻ വേണ്ടി അവരെ വലിയൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യുന്നു. വലിയ തുകയാണ് ഇതിനായി അവർ ചിലവാക്കുന്നത്. ഇതിനിടയിൽ ഇളയമകൻ സെൽവത്തിന് ഒരു തിരിച്ചറിവുണ്ടാകുന്നു. പണത്തിനു വേണ്ടി സ്വന്തം അമ്മയോട് തങ്ങൾ കാണിക്കുന്നത് വലിയ ക്രൂരതയാണെന്ന് അവൻ മനസ്സിലാകുന്നു. അവസാനം ഓപ്പറേഷൻ നടത്താൻ 3 ലക്ഷം രൂപ വേണ്ടി വന്നപ്പോൾ പെണ്ണിക്കും മക്കളും ചേർന്ന് പണം കണ്ടെത്തുകയും പൗനത്തായിയെ രക്ഷിക്കുകയും ചെയ്യുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞ് പൗനത്തായിക്ക് ബോധം വരുന്നു. ആകാംക്ഷയോടെ മക്കൾ ചോദിച്ചു, അമ്മേ, ആ 3 എന്ന് കാണിച്ചതിന്റെ അർത്ഥം എന്താ? എവിടെയാ സ്വർണം? അപ്പോൾ പൗനത്തായി പറയുന്ന മറുപടി കേട്ട് മക്കൾ ശരിക്കും തലയിൽ കൈവച്ചുപോയി. റൂമിൽ നിന്ന് എന്നെ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ വെറുതെ കറണ്ട് പോകാതിരിക്കാൻ 3ാമത്തെ സ്വിച്ച് ഓഫ് ചെയ്ത് ഫാൻ അണയ്ക്കാൻ പറഞ്ഞതാണ് എന്ന്. അപ്പോഴാണ് ഗോൾഡ് കുമാർ പറഞ്ഞ 160 പവന്റെ കഥ വെറും കള്ളമാണെന്നും അയാൾക്ക് മാനസിക പ്രശ്നമുണ്ടെന്നും പെണ്ണിക്കുക്ക് മനസ്സിലാക്കുന്നത്. ഭാര്യമാരുടെ സ്വർണവും പോയി വലിയ കടത്തിലുമായി മക്കൾ നിൽക്കുമ്പോഴാണ് സിനിമയുടെ യഥാർത്ഥ ക്ലൈമാക്സ് വരുന്നത്. വീട്ടിലെത്തിയ ശേഷം പൗനത്തായി തന്റെ മകളെയും 3 മരുമക്കളെയും മുറിയിലേക്ക് വിളിക്കുന്നു. കട്ടിലിന്റെ 3 എന്ന് എഴുതിയ ഭാഗം തുറക്കുമ്പോൾ അതിൽ ഒരു രഹസ്യ അറയുണ്ടായിരുന്നു. അതിൽ നിറയെ സ്വർണമായിരുന്നു. സ്ത്രീകൾ ഒരിക്കലും ആരെയും ആശ്രയിച്ച് ജീവിക്കരുതെന്നും സ്വന്തം കാലിൽ നിൽക്കാൻ ഈ സമ്പാദ്യം ഉപയോഗിക്കണമെന്നും പറഞ്ഞ് ആ സ്വർണം അവർ ആ 4 സ്ത്രീകൾക്കുമായി വീതിച്ചു നൽകുന്നു. അവസാനം സുരളി പ്രശ്നക്കാരനായ ഭർത്താവുമായുള്ള ബന്ധം ഉപേക്ഷിക്കുകയും എല്ലാവരുടെയും സമ്മതത്തോടെ പെണ്ണിക്കും സുരളിയും തമ്മിലുള്ള വിവാഹം നടക്കുകയും ചെയ്യുന്നു. അങ്ങനെ പെണ്ണിക്കിന് താൻ ആഗ്രഹിച്ച കുടുംബം ലഭിക്കുന്നു. വളരെ മികച്ച ഒരു സന്ദേശം നൽകുന്ന ഒരു ചിത്രമാണിത്. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.